നഗരസഭാ അധികൃതരുടെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ വ്യാപാരികൾ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. 8 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ടാക്സി സ്റ്റാൻഡുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുക, സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിൽ മേൽനടപ്പാലം ഉടൻ നിർമ്മിക്കുക, വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, സീവേജ് സിസ്റ്റം നടപ്പിലാക്കുക, നിരോധിത പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി ടൌണിൽ കാൽനടയും ഗതാഗതവും സുഗമമാക്കാൻ ഓവുചാൽ വൃത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഭാഗമായി 12 മണിവരെ കടകൾ അടഞ്ഞുകിടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാനോട് ചോദിക്കുന്നു, ഇവിടുത്തെ ജനപ്രതിനിധികളായ കൗൺസിലങ്ങൾ നിങ്ങൾക്കൊക്കെ വാഹനമില്ലേ? നടന്നിട്ടാണോ ഇവിടെ വരുന്നത്? ഓട്ടോറിക്ഷയിലാണോ ഇവിടുത്തെ ജനപ്രതിനിധികൾ വരുന്നത്? ചെയർമാൻ ഈ ടൗണിൽ പോകുന്നത് ഓട്ടോറിക്ഷയിലാണോ? ഞങ്ങളുടെ സ്വന്തം വാഹനം വീട്ടിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ ടൗണിലേക്ക് വരണം, അപ്പോൾ ഇവിടുത്തെ ഗതാഗതം ഒരുക്കി ഒഴിവാകുമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെയാണോ ഞങ്ങളോട് പറയേണ്ടത്? എത്രയും ഒരു അടിസ്ഥാന സൗകര്യമുള്ള കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് ആളുകൾക്ക് വരാനുള്ള സൗകര്യമില്ല. ബസ് യഥാർത്ഥ സ്ഥലത്തെ ബസ്സുകൾ ഇറങ്ങി ആളുകൾ കയറാൻ സൗകര്യമില്ല. ഏതെങ്കിലും ഒരു കസ്റ്റമറിന് ഏതെങ്കിലും ടൗണിൽ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ വാഹനം നിർത്തി സാധനം വാങ്ങാൻ സൗകര്യമില്ല. കാഞ്ഞങ്ങാടില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ദീർഘദൂരത്തിലുള്ള ടൗണാണ് ദല്ലാജിക. കാഞ്ഞങ്ങാട് ടൗൺ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം നീളത്തിലുള്ള വളരെ വിശാലമായ ഒരു ടൗണാണ്. പക്ഷേ ഗതികേടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് സൗകര്യമില്ല. ഓട്ടോറിക്ഷക്കാർ അവരുടെ ഉപജീവന മാർഗമാണ്, വ്യാപാരികളുടെ അവരുടെ ഉപജീവന മാർഗമാണ്. പക്ഷെ ഇവരെയൊക്കെ വേണ്ടുന്ന രീതിയിൽ അവരെയൊക്കെ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ട പ്രധാന ചുമതല വഹിക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ നഗരസഭയാണ്. നഗരസഭ ഇവിടെ നോർമൂത്തിയായി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഞങ്ങൾ വന്നു. അന്നത്തെ ചെയർപേഴ്സണോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പാർക്കിംഗ് ലൈൻ വരക്കാൻ പെയിന്റ് ഇല്ല, അല്ലേ? അജിക്കല്ലേ പെയിന്റ്, അതായത് വാഹനം പാർക്ക് ചെയ്യാനുള്ള പെയിന്റ് ഇല്ല. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ആവശ്യമായ പെയിന്റ് ഞങ്ങൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാം. പറഞ്ഞില്ലേ? സ്പോൺസർ ചെയ്ത് തരാം. ശരി, എന്നാൽ ഒരാഴ്ച കൊണ്ട് ഓട്ടോറിക്ഷക്കും ജനങ്ങൾക്കും നടക്കാൻ ബസ് പാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്ത് തരാം. മാസം കഴിഞ്ഞു, വർഷം കഴിഞ്ഞു, ഭരണസമിതിമാർ പെയിന്റ് വാങ്ങി നമ്മളോട്, അല്ലേ? മെട്രോ ഹൗസിൽ. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മഹേഷ് പി സ്വാഗതം പറഞ്ഞു. പി സുരേഷ്, ഫസൽ റഹ്മാൻ, ഹംസ പാലക്കി, പി സജി, പി എം ഫാറൂഖ്, അമിത് കുളിയങ്കാൽ, എം വിനോദ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.